ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം നമുക്കിന്നൊരു പ്ലാന്റ് വീഡിയോ കാണാം. ഇത് ഇവിടെയുള്ള ഒരു ക്രീപ്പിംഗ് വൈൻ, അതുപോലെ തന്നെ ഫ്ലവറിംഗ് ആണ്, നല്ല സ്മെല്ലൊക്കെയുള്ള. ഇതിന് യശോദപ്പൂ എന്ന് മലയാളത്തിൽ പറയും. അതുപോലെ തന്നെ നാട്ടുഭാഷയിൽ നമ്മൾ കാട്ടുപുല്ലാനി എന്നും പറയാറുണ്ട്. പക്ഷേ ഇത് രണ്ടും അത്ര ഫേമസ് അല്ല. എന്നാൽ റെങ്കൂൺ ക്രീപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ബർമ ക്രീപ്പർ, ചൈനീസ് ഹണി സക്കിൾ എന്നൊക്കെ ഇതിന് പേരുണ്ട്. വേറെയും കുറേ പേരുകളുണ്ട് ഇതിൻ്റെ ഇങ്ങനെയല്ലാതെ ഡ്രാഫ് വെറൈറ്റിയും ഉണ്ട് കേട്ടോ. ഇത് കാട്ടിലൊക്കെ കാണപ്പെട്ടിരുന്ന ഒരു പൂവാണ്. പക്ഷെ ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ റോഡ് സൈഡിലും മിക്ക വീടുകളിലും ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ഒരു കുത്തുന്ന പോലത്തെ ഒരു സ്മെല്ലാണ്. നമ്മുടെ ആലപ്പുഴ മുല്ലയുടെയൊക്കെ ഏകദേശം ഒരു അതുപോലത്തെ ഒരു മണം വരുന്ന ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. അതുപോലെ അത് പ്രത്യേകമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന നൈറ്റാണ് കേട്ടോ. ഇതിങ്ങനെ വിരിഞ്ഞ് വരുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ്. അത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമുക്കറിയാൻ പറ്റും. ഭയങ്കര ഒരു സ്മെല്ലുണ്ട് അതിന്. എല്ലാവർക്കും മറ്റും ആ സ്മെല്ല് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. എനിവേ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പൂക്കൾ വിരിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ആദ്യം ഒരു വെള്ള മാതിരിയായിരിക്കും അതിൻ്റെ ഇതളുകൾ. പിന്നെ വന്നിട്ട് റോസ് കളറിലേക്ക് മാറും. പിന്നീടാണ് ഒരു ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു റെഡ് കളറായിട്ട് വരുന്നത്. ഇങ്ങനെ കൊല പോലെയാണ് ഇത് വരിക. ഇതിനെ നമ്മൾ ചട്ടിയിൽ വളർത്തി പിന്നെ അന്നേരം ഇങ്ങനെ പൂവിടലില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനെ എടുത്ത് വെറും മണ്ണിൽ വെച്ചു. വെച്ചപ്പോഴത്തേന് അതൊരു വലിയൊരു ചാമ്പമരത്തിന് കീഴിലായിരുന്നു ഇത് നിന്നുകൊണ്ടിരുന്നത്. ഇത് കുറേ നാളായിട്ടും പൂടുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അരിമയെ അങ്ങ് വിട്ടുപോയി സത്യം പറഞ്ഞാൽ. അങ്ങനെ വലിയ പരിചരണമൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ടൈപ്പാണ് കേട്ടോ ഇത്. അത് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ക്രീപ്പിംഗ് ടൈപ്പാണെന്ന്. അപ്പോൾ അതിങ്ങനെ വള്ളി ഇതിൻ്റെ പിടിച്ച് ഇതേ കയറി അങ്ങ് പോയി. അതിൻ്റെ ഒന്നും താഴോട്ടൊന്നും ഇങ്ങനെ കാണാനില്ല, ഈ വള്ളി മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിനങ്ങനെ നമ്മൾ ഉപേക്ഷിച്ച പോലെ ഇട്ടിരുന്നതായിരുന്നു, പൂ ഉണ്ടാകാത്തതുകൊണ്ട്. ഒരു ദിവസം ഞാൻ എവിടെയും പോയിട്ട് ഇങ്ങനെ വരുമ്പം വഴിയിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കിന് ഈ ചാമ്പയുടെ മുകളിൽ ഇങ്ങനെ കുറേ കൊലകൊലയായിട്ട് പൂക്കൾ. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഏത് ചെടിയാണ്, ചാമ്പപ്പൂ ഇങ്ങനെയല്ലല്ലോ ഉണ്ടാകുന്നതെന്ന് വിചാരിച്ച് സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്കിന് ഈ പ്ലാന്റാണ്, ഈ റെങ്കൂൺ ക്രീപ്പർ ഇതിലേ കയറി അങ്ങ് മണ്ട ചെന്ന് നല്ല പൊക്കത്തിലെത്തിയിട്ട് അപ്പോൾ അവിടെ നല്ല സൂര്യപ്രകാശം കിട്ടും. അവിടെ പോയിട്ട് നല്ലപോലെ പൂവിട്ട് നിൽക്കുക. അപ്പോൾ ആക്ച്വലി ഇതിന് നല്ല സൺലൈറ്റ് വേണം ഇത് നിൽക്കുന്ന സ്ഥലത്ത്. അതായത് പറയുന്നത് ഏകദേശം ദിവസത്തിൽ 6 മണിക്കൂറെങ്കിലും അതിന് വെട്ടം കിട്ടാം. ഏറ്റവും കുറഞ്ഞ ഒരു 4 മണിക്കൂറെങ്കിലും രാവിലത്തെ ആ നല്ല സൺലൈറ്റ് ഫുള്ള് കിട്ടി. വൈകുന്നേരം ആകുമ്പോൾ വെയിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും അതുപോലെ നല്ല സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. പിന്നെ വെള്ളമൊന്നും നമുക്കിതിന് എന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ഫെർട്ടിലൈസറും അത്യാവശ്യമുള്ളതല്ല. പിന്നെ സമ്മറിലെങ്ങാനും ഒഴിച്ചു കൊടുത്താലും നല്ലതായിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സീസണല്ല, മിക്കവാറും പൂക്കൾ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടായി വരും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരെണ്ണമാണ്. പിന്നെ ട്രാഫ് ടൈപ്പാണെങ്കിൽ കൂടുതലും ചട്ടിയിൽ വളർത്തുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത നോർമലാണെങ്കിൽ ഇങ്ങനെ വെറുതെ മണ്ണിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇതിന് കയറി പോകാനായിട്ടൊരു സപ്പോർട്ട് നമ്മളെപ്പോഴും കൊടുക്കണം. ഏതെങ്കിലും ഒരു മരത്തിൻ്റെ അടിയിലൊക്കെ വെച്ചാൽ മതി. ഇത് ഞാൻ ചെയ്തത് ഈ ചാമ്പയുടെ താന്ന് കിടന്ന കമ്പുകളെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പോഴത്തേനും അതിനവിടെ നിന്നിട്ട് ഇങ്ങനെ അപ്പോൾ അത് അവിടെ വെയിലിട്ട് ഒരു ഇത് കൊടുത്തപ്പോഴത്തേക്കിന് അത് അങ്ങ് മേലേക്ക് പോകുന്ന ഒരു പ്രവണത നിന്നു. തന്നെയല്ല, മേലേക്ക് പോകുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ കമ്പുകൾ എന്ത് ചെയ്ത് മുറിച്ചു കൊടുത്തു. അന്നേരം നോർമലി അത് താഴെ കമ്പുകളിൽ തന്നെ അതിന് പൂവിടാനായിട്ട് തുടങ്ങി. പൂട്ട് വന്നു കഴിയുമ്പോഴത്തേന് നല്ലപോലെ പൂവാകും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പാമ്പൊക്കെ വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പാമ്പൊന്നും വരത്തില്ല, കാരണം ഇതിന് അങ്ങനത്തെ ഒരു കുത്തൽ പോലത്തെ സ്മെല്ലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പാമ്പൊന്നും വന്ന് കയറിയൊന്നും ഇരിക്കത്തില്ല. പിന്നെ ഇതിനൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ കീടങ്ങൾ ഒരുപാട് ആക്രമിക്കപ്പെടും ഇതിനെ. അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേനും എല്ലാം ഇതിൻ്റെ ഇലകളും എല്ലാം കടിച്ച് എല്ലാം നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ നടീൽ രീതിയൊക്കെ ഭയങ്കര എളുപ്പം കേട്ടോ. ഇതിൻ്റെ ഒരു കമ്പ് എടുക്കുക, ഒത്തിരി ഇളത്ത കമ്പ് വേണ്ട. എടുത്തിട്ട് ഒരു 2 തൊട്ട് 4 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള കമ്പായിരിക്കണം. അതിൻ്റെ ഇലകളെല്ലാം കളയണം. 2 ഇലകൾ മാത്രം വെച്ചേക്കുക. അത് എന്നിട്ട് നേരെ നമ്മൾ ഒരു ചട്ടിക്കകത്ത് വയ്ക്കുക. എന്നിട്ട് അതിന് വേര് വന്നു കഴിയുമ്പം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാനും പറ്റും. നമ്മൾ പോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് 50% ഗാർഡൻ സോയിൽ, ബാക്കി 25% വെർമി കമ്പോസ്റ്റ്, അതുപോലെ തന്നെ 25% കൊക്കോപീറ്റും, അത്രയും മതി. പിന്നീട് നമുക്ക് വേണമെങ്കിൽ എല്ലുപൊടിയൊക്കെ പിന്നീട് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇല്ല തന്നെ വളരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നേരെ മണ്ണിനകത്ത് വയ്ക്കാൻ പറ്റും. അതായത് ചട്ടിയിലല്ലാതെ നേരെ മണ്ണിനകത്ത് വയ്ക്കാൻ പറ്റുമെങ്കിലാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക.
ചട്ടിക്കകത്ത് വെച്ച് എനിക്ക് അത്രയ്ക്കും റിസൾട്ട് കിട്ടിയില്ല. ഞാൻ മേ ബി അത്ര സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാഞ്ഞിട്ടാണോ എന്താണോ എന്നറിയത്തില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനൊന്നും വളർത്താനായിട്ട്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വള്ളി പോലെ വന്ന് അതിൻ്റെ തുമ്പത്തായിട്ട് നിറയെ പൂവിടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ അറ്റമില്ലേ, ഈ അതിങ്ങനെ ഞുള്ളി കളഞ്ഞാൽ നല്ലൊരു ഷേപ്പും വരും. അതിൽ പുതിയ പുതിയ നാമ്പുകൾ വന്നിട്ട് ഇതുപോലെ വള്ളിയിൽ പൂക്കളുണ്ടായി വരികയും ചെയ്യും. അപ്പോൾ ആദ്യം അത് നമുക്ക് അങ്ങനെ കളഞ്ഞ പൂവുണ്ടാവുമെന്ന് വിചാരിക്കില്ല. അതിന് വലിപ്പം കുറയുന്നതനുസരിച്ച് അത്രയ്ക്കും പഞ്ചായിട്ട് പിന്നെയും പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. ഇത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റ് ഞാൻ ഇതായിട്ടൊന്നും വാങ്ങിയതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിലൊരു എനിക്ക് സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു തൈ വേണമായിരുന്നു. സ്പൈഡർ പ്ലാന്റ് എന്നും പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയിരുന്ന് വന്നത് ഈ ഒരു സത്യം പറഞ്ഞാൽ ഈ സ്പൈഡർ പ്ലാന്റ് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാണെന്ന് വിചാരിച്ച് വലിയ കാര്യമായിട്ട് ഞാനത് ചട്ടിയിലാത്തി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നു. ഹാങ്ങായിട്ട് വെക്കാമെന്നുള്ള ധാരണയിലാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ കുറേ വന്നിട്ടും ഇങ്ങനെ പൂക്കളും ഇല്ല. പിന്നീട് സ്പൈഡർ പ്ലാന്റ് മറ്റൊരിടത്ത് വെച്ച് കണ്ടപ്പോൾ അതങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെ കബളിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് അപ്പോഴാണ് പിടികിട്ടിയത്. എനിവേ, എന്തായാലും ഒരു പ്ലാന്റ് അല്ലേ, കളയണ്ടെന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് പോകുന്നു. രംഗൂൺ ക്രീപ്പർ ആണെന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും അത് കുറേ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഇത് ഈ ചാമ്പയുടെ മുകളിൽ ഏതാണ്ട് ഒരു 8 അടി ഉയരത്തോളം ഇതിനിങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറി പോകാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഉയരത്തിൽ ചെന്നിട്ടാണ് അന്ന് അത് പൂവിട്ടത്. അങ്ങനെ പൂവിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് ഒരു പ്ലാന്റ് ആണല്ലോ. നമ്മളിപ്പോൾ വഴിനീളം എല്ലാം കാണാം, വേലിക്കലെല്ലാം ഈ ഒരു എന്ത് രസമാണെന്നറിയാം നിൽക്കുന്നതാണ്. ഇതിന് സീസൺ ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പം മിക്കവാറും ഇതിനെ ഇങ്ങനെ പൂവിട്ട് വഴിനീളം കാണാം. അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് നമുക്കും ഇവിടെ ഇങ്ങനെ ഈ ചെടി തന്നെയാണല്ലോ ഉള്ളതെന്ന്. പലപ്പോഴും അവിടുന്ന് വഴിയിൽ നിന്ന് ഒരു തണ്ട് കൊണ്ടുവന്ന് വെക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ ആവശ്യം വന്നില്ല. അങ്ങനെ ഇതുപോലെ അല്ലാതെ ഡബിൾ പെറ്റലായിട്ട് ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ വിഷമുള്ള ഒരു പ്ലാന്റാണിത്. അതുകൊണ്ട് പെറ്റ്സിനെയും കുട്ടികളൊക്കെ അടുപ്പിക്കുന്നതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ ചെടിയെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഉടനെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.